കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ആശാ വർക്കർമാർക്ക് കൃത്യമായിട്ട് ശമ്പളം ഒന്നും ലഭിക്കാത്തതിൻ്റെ പേരിൽ അവർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരവുമായിട്ട് മുന്നോട്ട് പോരുന്ന ഒരു സമയമാണ്. സെക്രട്ടേറിയറ്റ് മുന്നിൽ ശക്തമായിട്ടുള്ള സമരപ്രഖ്യാപന ചടങ്ങെല്ലാം നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കാം. കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഇവർക്ക് ഒരേ ഒരു മനോഭാവം മാത്രമുള്ളൂ. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ ഏറ്റവും വലിയ രീതിയിലുള്ള ദുരിതക്കുഴിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള നടപടികൾ മാത്രമാണ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും അവരുടെ പിണിയാളന്മാരായിട്ടുള്ള CPM-ന്റെ അനുയായികളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു തർക്കവുമില്ല. കേരളം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം സർക്കാർ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ വിരൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അത് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ LDF സർക്കാരാണെന്നതിൽ തർക്കമില്ല. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മൾ മനസ്സിലാക്കുക, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കെതിരെ ആരെങ്കിലും ഒരു സമര പരിപാടിയുമായിട്ട് ഗതികേട് കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, വളരെയധികം ഗതികെട്ടതിന് ശേഷമാണ് പലപ്പോഴും സഖാക്കന്മാർക്കെതിരെ തൊഴിലാളികൾ ഇവിടെ സമരത്തിന് ഇറങ്ങാറ്. തൊഴിലാളി സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള സാധാരണക്കാരുടെ ഇടയിൽ വലിയ രീതിയിൽ പ്രവർത്തിച്ച് അവരെ വഞ്ചിച്ചുകൊണ്ടാണ് ഈ പറയുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോഴും അധികാരത്തിലിരിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ മറ്റ് തൊഴിലാളികൾ പോലും സാധാരണക്കാരായിട്ട് വലിയ രീതിയിൽ പ്രതിസന്ധി അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഇവിടുത്തെ ഒരു കൂട്ടം ആശാ വർക്കർമാർ പോലും CPM എന്ന് പറയുന്ന ഒരു തൊഴിലാളി സംഘടനക്കെതിരെ തന്നെ സമരം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ ആശാ വർക്കർമാരുടെ സമരവുമായി മുന്നോട്ട് പോകുന്ന ഇവിടുത്തെ സഹോദരിമാർക്ക്, ഇവർക്ക് ഇപ്പോൾ ഭീഷണിയുമായിട്ട് വന്നിരിക്കുന്നത് CPM-ന്റെ തൊഴിലാളി സംഘടനയായിട്ടുള്ള CIT-യുടെ നേതാവ് തന്നെയാണ്. ആശാ വർക്കർമാർക്കിടയിൽ പ്രവർത്തിക്കുന്ന CIT-യുടെ PP പ്രേമ എന്ന് പറയുന്ന ഒരു തൊഴിലാളി നേതാവാണ്. ഈ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ സർക്കാരിനെതിരെ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഇപ്പോൾ ഈ ഉടൻ തന്നെ ഇത് പിൻവലിച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് മടങ്ങിയെത്തിയില്ലെങ്കിൽ ഇവരുടെ ജോലി പോകുമെന്നാണ് പറയുന്നത്. ഇവരുടെ ജോലി പോകുമെന്ന് പറയാനായിട്ട് എന്ത് അവകാശമാണ് ഈ CPM-ന്റെ വനിതാ നേതാവായിട്ടുള്ള, അല്ലെങ്കിൽ CIT-യുടെ വനിതാ നേതാവായിട്ടുള്ള ഈ സ്ത്രീക്കുള്ളതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവർ വെറും പാർട്ടി അടിമകളെ പോലെ ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമാണ്. ഒരു കാരണവശാലും ഇവരെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഗുണം ചെയ്യില്ല എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലുള്ള പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവർക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു വളക്കൂറ് മാത്രമായി കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള മറ്റൊരു നടപടിയുമായിട്ട് കേന്ദ്ര മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആശാ വർക്കർമാരുടെ സമരത്തെ ഒരു തരത്തിലും ഇത് സാധാരണ ഒരു വിഷയമായിട്ട് കാണാൻ സാധിക്കില്ല, അതിനെ പുച്ഛിച്ച് തള്ളാനും സാധിക്കില്ല. അതുകൊണ്ട് ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെയുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കുന്നതായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തും. അതിലൊരു തർക്കമില്ല. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നമ്മൾക്കറിയാം, കരുവന്നൂർ അടക്കമുള്ള ബാങ്ക് തട്ടിപ്പ് കേസിലടക്കം സുരേഷ് ഗോപി എടുത്ത നിലപാടിൽ വിജയം കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പോൾ അവർക്ക് അവിടെ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകൾക്ക് പണം തിരികെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേരളത്തിൽ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് നിസ്സാരമല്ല. സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു വ്യക്തി നമ്മുടെ കേരളത്തിൽ ഇവിടെ CPM-നും കോൺഗ്രസിനും ബദലായിട്ട് BJP-യുടെ ഒരു പ്രതിനിധിയായിട്ട് നിൽക്കുന്ന സമയത്ത് സാധാരണക്കാർക്ക് അത് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണെന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ നടന്ന കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്ത, പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഈ കലോത്സവത്തിൽ മിമിക്രി വിഭാഗത്തിൽ A ഗ്രേഡ് നേടിയ ഇരിഞ്ഞാലക്കുട സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടിക്ക്, ഇദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെയുള്ള പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ്, കിടന്നുറങ്ങാൻ വീടില്ലാത്ത ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് പോലും ഈ കലോത്സവത്തിൽ ഈ ഒരു A ഗ്രേഡ് നേടിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വന്ന സമയത്ത് നമ്മുടെ കേരളത്തിലൊരു മാധ്യമം സുരേഷ് ഗോപിയെ നിരന്തരമായിട്ട് വിമർശിക്കുന്ന മാധ്യമ സ്ഥാപനം തന്നെയാണ്. ഈ മാധ്യമ സ്ഥാപനം ഈ ഒരു റിപ്പോർട്ട് ഈ കുട്ടിക്ക് വേണ്ടി കൊടുത്ത സമയത്ത്, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് വീടില്ല എന്നെല്ലാം പറഞ്ഞു കൊടുത്ത സമയത്ത് ഉടൻ തന്നെ 4.5 ലക്ഷം രൂപ കുട്ടിക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് വീട് നിർമ്മാണത്തിനായിട്ടുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും ആരംഭിച്ചു. ഇതായിരിക്കണം ഒരു ജനകീയ നേതാവ് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന്
ചെയ്യുന്നതിനായിട്ടുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ എടുക്കുന്ന CPM-നെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അണികളും അനുയായികളും ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനും നിത്യേനയുള്ള കാര്യങ്ങൾ നടന്നു പോകാനും മാത്രമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമായിട്ട് മാറി. അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാനായിട്ട് ഇവർ തയ്യാറാകുമായിരുന്നല്ലോ. അതിൽ 1% പോലും ഇവർ തയ്യാറല്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആശാ വർക്കർമാർ വെയിലത്ത് വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ടും അതോടൊപ്പം തന്നെ അവരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ഇവിടെയുള്ള സ്ത്രീജനങ്ങൾ നടത്തിപ്പോരുന്ന ഈ ഒരു സംവിധാനം ഇതിനെ തകർത്തെറിയുക, അല്ലെങ്കിൽ ഇവർക്ക് ഒരു തരത്തിലുമുള്ള ക്ഷേമവും നൽകാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത്. ആദ്യം പറഞ്ഞ പോലെ PP പ്രേമ എന്ന് പറയുന്ന CITU നേതാവിൻ്റെ ഇവരുടെ ഒരു സംസാര രീതിയും സ്വഭാവ രീതിയും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ കേരളത്തിൽ CPM-ന്റെ മറ്റ് വനിതാ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ നമ്മൾക്കറിയാം. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ദിവ്യ എന്ന് പറയുന്ന ഇവരുടെ CPM-ന്റെ നേതാവ് നടത്തിയൊരു പ്രസ്താവനയുടെ പേരിലൊക്കെ ഇവിടെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ തൂങ്ങി മരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തൊഴിലുറപ്പ് പദ്ധതികളിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ അമ്മമാർ CPM-ന്റെ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ തൊഴിലുറപ്പ് പോകും, അല്ലെങ്കിൽ തൊഴിലുറപ്പിൽ നിങ്ങൾ എടുക്കില്ല, നിങ്ങളെ പണി കളയും എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കണ്ട ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. CPM-ന്റെ പരിപാടി നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരുന്ന സമയത്ത് അവിടെയുള്ള വനിതാ തൊഴിലാളികൾ അല്ലെങ്കിൽ അവിടെയുള്ള വലിയ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന നിത്യേനെ തങ്ങളുടെ കൂലിപ്പണി എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ നിത്യവരുമാനം എന്നുള്ള സംഭവം പോലും കളഞ്ഞുകൊണ്ട് CPM-ന്റെ പരിപാടിക്ക് ഈ അമ്മമാർ പോകണമെന്ന് പറയുന്ന തരത്തിലേക്കുള്ള വിഷയങ്ങളടക്കം ഈ തൊഴിലുറപ്പ് പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ CPM-ന്റെ ആളുകൾ ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ കൃത്യമായിട്ട് സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഉള്ളത് തന്നെയാണ് നമ്മൾക്ക് അതിൽ മാത്രമാണ് നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുള്ളത്. അല്ലാതെ ഇതുപോലെ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇവരുടെ എല്ലാം സംരക്ഷണത്തിനോ സുരക്ഷയ്ക്കോ ക്ഷേമത്തിനോ അല്ലെങ്കിൽ ഇവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അത്രത്തോളം വലിയ രീതിയിലുള്ള നീചകരമായിട്ടുള്ള നടപടികളും നിലപാടുകളുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ 1% പോലും തർക്കമില്ലാത്ത കാര്യമാണ്. അത്രത്തോളം വലിയ രീതിയിൽ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ഇടയിൽ നെഗറ്റീവായിട്ടുള്ള ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി മാത്രമാണ് ഇന്ന് പിണറായി വിജയൻ സർക്കാരിനോട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തർക്കമില്ല. എന്നാലും ഇവർ പറയാണ് അടുത്ത വട്ടവും തങ്ങൾ തന്നെ അധികാരത്തിൽ വരും, അതിനുവേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങളിവിടെ ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്, ജനക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള സർക്കാരാണ് പിണറായി സർക്കാർ എന്നുള്ള രീതിയിലൊക്കെ നിരന്തരമായിട്ട് പറയുന്നു. കൂട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് കൂടി ഒരു കൊട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ഇവിടെ ആരെങ്കിലും ഒരു സമരം സംസ്ഥാന സർക്കാരിനെതിരെ നടത്തി കഴിഞ്ഞാൽ ഉടനടി പറയും അത് കേന്ദ്രത്തിന്റെ ഫണ്ട്, കേന്ദ്രത്തിന്റെ വിഹിതം ഞങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ പേരിലാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളത്. നരേന്ദ്രമോദിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രധാനമായിട്ട് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിനോട് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെല്ലാവരും ഒരു കാര്യം ബോധ്യപ്പെടേണ്ടത്, കേരളത്തിൽ ആശാ വർക്കർമാരെല്ലാം സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തിയാലും ഉടനടി BJP സർക്കാരിനെ പഴി ചാരുന്ന തരത്തിലേക്കുള്ള ഇവരുടെ ഒരു സ്വഭാവ രീതിയിൽ നിന്ന് 1% പോലും ഇപ്പോഴും CPM മാറിയിട്ടില്ല. എങ്ങനെയാണെങ്കിലും ആശാ വർക്കർമാരുടെ വിഷയത്തിൽ സുരേഷ് ഗോപി ഒരു കടുത്ത നിലപാടുമായിട്ട് മുന്നോട്ട് വരുന്നത് വലിയ രീതിയിൽ നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്.